കാരണം ഇന്ന് ജീവിക്കുന്നത് ഈ ദിവാ സീക്രട്ട് കൊണ്ടാണ്. എനിക്ക് വേറെ വരുമാനം ഒന്നുമില്ല. കാരണം 2011 മുതൽ ഞാൻ രോഗിയായി. ഹാർട്ട് അറ്റാക്ക്, പിന്നെ അതിനുശേഷം പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നീർക്കെട്ട് പോലെ വന്നു, മൂത്രം പോകാതെ വന്നു. അതിനുശേഷം മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. അതിനുശേഷം ഈ റൈറ്റ് സൈഡ് കിഡ്നി പോയെന്ന് പറഞ്ഞു. MRI ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പ്രകാരം പറഞ്ഞാണ്ട് ഇതിനെല്ലാം കൂടെ ഏതാണ്ട് ഒരു ദിവസം 31 ഗുളിക ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. 14 ഗുളിക രാവിലെയും 14 ഗുളിക വൈകിട്ടും, ഉച്ചയ്ക്ക് 3 ഗുളിക. ഈ 31 ഗുളിക കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ഈ ദിവാ സീക്രട്ട് പരിചയപ്പെട്ടതിന് ശേഷം ഇവിടെ എൻ്റെ അടുത്തുള്ള, ഞാൻ കടയിൽക്കാടുകാരനാണ്, എൻ്റെ തൊട്ടടുത്തുള്ള പ്രകാശ് സാറും പള്ളിക്കത്തോടിലുള്ള ഒരു മുരളി സാറ്, ഒരു ഗീതാമാണ്, ഇവർ 3 പേരും കൂടിയാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്ന് ഈ പ്രോഡക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ അവസ്ഥ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. കാരണം ഷുഗർ കുറയാതെ 3-4 വർഷമായി. 400 താഴോട്ട് വരാറില്ല. ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഗുളിക കഴിക്കുന്നുണ്ട് ഷുഗറിന്. രാവിലെ 65 മില്ലി ഇൻസുലിനും വൈകിട്ട് 45 മില്ലി, 110 മില്ലി ഇൻസുലിൻ വരെ എടുക്കാൻ തുടങ്ങി. 20 മില്ലി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ 2011 അവസാനം. ഈ 65 മില്ലി, 45 മില്ലി, 110 മില്ലിയല്ല ഒരു ദിവസം. അതിനുശേഷം ഷുഗറിൻ്റെ മെറ്റ്ഫോമിൻ 500 കഴിക്കുന്നുണ്ട്. പിന്നെ അതിന് കൂടാതെ ഒരു അര ഗുളിക വീതം, 40ൻ്റെ അര ഗുളിക വീതം 2 വേറെ അഡീഷണലായിട്ട് ഷുഗറിന് തന്നിട്ടുണ്ട്. അങ്ങനെ ഷുഗറിൻ്റെ തന്നെ 3 ഗുളിക അതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇത് കൂടാതെ പ്രഷറിൻ്റെ ഗുളിക, അത് ഹാർട്ടിനെ ബാധിക്കുന്ന സൈസുണ്ട്, അല്ലാത്തതുമുണ്ട്. അത് കാർഡിവാസ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. അത് കൂടാതെ മറ്റേ പേര് ഞാൻ മറന്നുപോയി, നമ്പറുണ്ട്, പ്രഷറിൻ്റെ. കൊളസ്ട്രോളിന് മാത്രം 1 ഗുളികയേ ഉള്ളൂ. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ഗ്രന്ഥിയുടെ പ്രശ്നമേ, കിഡ്നിയുടെ പ്രോബ്ലമേ, ഇത് കൂടാതെ ഹാർട്ടിൻ്റെ പ്രോബ്ലത്തിന്, ഇതിനെല്ലാം കൂടാണ് ഈ 31 ഗുളിക പറയുന്നത്. ഷുഗർ താഴാതെ വന്ന് നിൽക്കുന്ന ആ സമയത്ത് വീട്ടിൽ ഇവരെ 3 പേര് വരുമ്പോൾ എൻ്റെ 2 കണ്ണിനും കാഴ്ചയില്ല. ഈ ഇടത് കണ്ണിന് മാത്രം ഒരു പുകമറ പോലെ, ഒരു ചെറിയ നിഴല് പോലെ തോന്നിക്കും. വെളിച്ചം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം പകലാണ്, കാരണം സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ കണ്ണിന് ഈ കണ്ണ് പൂർണ്ണമായിട്ട് മൂടിയാൽ. അവസാനം ഇവർ വന്ന് പറഞ്ഞതും പ്രകാരം എല്ലാ വിവരങ്ങളും കേട്ട് അവിടെ നിന്ന് വെച്ച് ഞാൻ ഇത് ആരാമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. 3 പേര് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാനെല്ലാം സംസാരിച്ചു, ഇതെല്ലാം കേട്ടു. കഴിഞ്ഞ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും അനുഭവം ഉള്ളവരുണ്ടോയെന്നാണ് ചോദിച്ചത്. ഇത് കഴിച്ച് കുറഞ്ഞത് ചോദിച്ചത്. അപ്പം പറഞ്ഞു ഒരുപാട് പേര് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളതിൻ്റെ വീഡിയോ ഉണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വീഡിയോ ഉണ്ടെന്ന് കാണിച്ചാൽ എനിക്ക് കാണത്തില്ല. ഇവിടെ വീട്ടിൽ മറ്റാൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ അതിലൊരാൾ എൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. അപ്പോൾ എന്നോട് ചേട്ടൻ എന്നെ അറിയില്ല, ഞാൻ ഇന്നടത്തെയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇന്ന പ്രോബ്ലം, ഈ ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന അസുഖം, പുള്ളിക്ക് ഓക്സിജൻ കിട്ടാതെ വരും. അത് മിക്ക ദിവസങ്ങളിലും ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്ന് അവർ എന്തൊക്കെയോ പരിപാടി ചെയ്ത് കുറഞ്ഞ് വരുമ്പോൾ വീണ്ടും വിടും. അപ്പോൾ ഇതിപ്പോൾ ഈ ദിവാ സീക്രട്ട് കഴിച്ചതിന് ശേഷം പുള്ളിക്ക് അത് കുറവുണ്ട്. അതിന് ശേഷം ഇപ്പം ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഈ എമർജൻസി ആയിട്ടുള്ള പോക്കും വരെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര ഇതായിട്ടൊക്കെ ഉള്ളപ്പോൾ എന്നാൽ പിള്ളേരും പറഞ്ഞാച്ചാൽ നമുക്കൊന്ന് നോക്കാം, ഇതൊന്ന് മേടിച്ച് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു കോഴ്സിന് 10,000 രൂപയാവും. അപ്പം ഞങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ ഞാനുള്ളത് പറയാം. ചികിത്സയ്ക്ക് വേണ്ടി വീടും പുരകളെല്ലാം വിറ്റ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലായിരിക്കും വരുന്നത്. 22 വർഷത്തോളം ഗൾഫിൽ ജീവിച്ച ആളാണ് ഞാൻ. അത് UN സെക്യൂരിറ്റി അണ്ടറിൽ ജീവിച്ചവനാണ്. നല്ല ശമ്പളവും നല്ല വരുമാനവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഞാൻ സ്വന്തമായിട്ട് വീടും എൻ്റെ കുടുംബസ്വത്ത് പോലും എനിക്ക് ഇല്ലാതെ പോയി. കാരണം എൻ്റെ സഹോദരങ്ങളും എല്ലാം എന്നെ കബളിപ്പിച്ചതാണ്. വേറൊന്നും ഞാൻ കുടുംബേന്ദ്രം പറയാൻ വിചാരിക്കരുത്. അവസാനം എൻ്റെ സമ്പാദ്യം മുഴുവൻ പോയ സമയത്താണ് ഞാൻ ഈ അസുഖബാധിതനായി. ആദ്യം ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ബിൽഡിങ്ങിന് മേളിൽ നിന്ന് പിന്നെ നട്ടല്ലൊടിഞ്ഞു. ആ 18 മാസം കിടന്നു. അതിനുശേഷം എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കുഞ്ഞുങ്ങൾ കേറ്ററിങ്ങിന് പോകും വിളമ്പാൻ. എന്നിട്ട് അതിൻ്റെ വരുമാനം 300 രൂപ 400 രൂപ കിട്ടും. അതുകൊണ്ട് വന്ന് എൻ്റെ വീട് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ സിറ്റുവേഷനിൽ നിന്ന് ഒന്നും മാറ്റം വന്നു. പലരും ഞങ്ങളെ സഹായിച്ചു, ആഹാരമായിട്ടും ഒക്കെ സഹായിച്ചു ഒരുപാട് പേര്. ശേഷം അവിടെ ഒരു ഉത്സവത്തിൻ്റെ വീടിൻ്റെ പിരിവിന് വന്ന ഒരു കൂട്ടർ
ക്ഷേത്രത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ കട്ടിലെ ബെൽറ്റ് ഒക്കെ ഇട്ട് കിടക്കുകയാണ്. ആ സമയത്ത് എന്നോട് ചോദിച്ചു, ചേട്ടാ ഇതെന്തോ പറ്റിയാന്ന്. ഞാൻ പറഞ്ഞു ഇതുപോലെ ബിൽഡിംഗ് വർക്കായിരുന്നു, ബിൽഡിങ്ങിന് കഴിഞ്ഞ് വീണതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊരു സഹായം തന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്തായാലും മറുപടി പറയേണ്ടത്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ അടുപ്പ് പോന്നിട്ടില്ല. ആ സിറ്റുവേഷനിൽ നിന്ന് കടം കയറി ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം നശിച്ചു, സകലവും നശിച്ചു. പുരകളെല്ലാം വിറ്റു, കിട്ടിയ വിലയ്ക്ക് വിറ്റതാണ്. വാടകയ്ക്ക് താമസം വിറ്റ് വെച്ചാണ് ഈ പ്രോഡക്റ്റുമായിട്ട് വരുന്നത്. എന്തായാലും വേണ്ടില്ല. ഒരു ദിവാ സീക്രട്ട് എന്ന് പറയുന്നത് ദൈവിക രഹസ്യമാണ്. അതൊരു ദൈവ രഹസ്യം തന്നെയായിരുന്നു. അത് ഞാൻ എൻ്റെ മക്കളത് എനിക്ക് മേടിച്ചു തന്നു. ഞാനത് കഴിച്ചു. ഏതാണ്ട് 4 ദിവസം കഴിച്ചപ്പോൾ എൻ്റെ ഷുഗർ താഴാൻ തുടങ്ങി. അതിനുശേഷം മുന്നോട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ദിവസങ്ങൾ ചെല്ലുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണ്. എൻ്റെ ഈ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഈ കണ്ണിൻ്റെ കാഴ്ച ചെറുതായിട്ട് തെളിയാൻ തുടങ്ങി, വെളിച്ചം കാണാൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഈ കണ്ണിന് തെളിച്ചമൊക്കെ വരുന്നുണ്ടോ തോന്നുന്നു. അവർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടിയില്ല. 2 പാക്കറ്റ് കഴിഞ്ഞപ്പോൾ ഈ കണ്ണ് ഒരുമാതിരി ആൾക്കാരൊക്കെ വരുന്ന ഒരു നെല്ല് പോലൊക്കെ തോന്നിക്കാൻ തുടങ്ങി. ഒരു കോഴ്സ് തീർന്നപ്പോൾ ഇങ്ങനെ കണ്ണ് ഈ 2 കണ്ണും ഏതാണ്ട് ഒരേ രീതിയിലായി. നമ്മളൊരു ഒരു ഒരു വസ്തുവിലോട്ട് കൂടിച്ച് നോക്കി, ഒരു കണ്ണടച്ച് നോക്കി തിരിച്ച് കണ്ണ് നോക്കുമ്പോൾ ഏതാണ്ട് ഒരേ രീതിയിൽ കാണാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ 3 കോഴ്സ് മേടിച്ച് കഴിച്ചു. അതിനുശേഷം മൂത്രം പോകുന്നുണ്ട്, മൂത്രത്തിലെ ബ്ലഡ് വരവ് നിന്നു, ആ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിലെ പ്രോബ്ലങ്ങളെല്ലാം മാറി. കിഡ്നി ഒരു സൈഡ് ഡാമേജ് ആയി പോയായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡ് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. ഏതായാലും അതിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, അത് നേരെയായി പോകുന്നതാണ്. അപ്പോൾ അതിന് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ഡാമേജ് ആയി പോയത് നമ്മുടെ ബോഡിക്ക് ദോഷം വരാത്ത രീതിയിൽ അതിനുള്ള ഗുളികകൾ ഇപ്പോൾ എനിക്ക് തരുന്നുണ്ട്, ബോഡിക്ക് ദോഷം വരാതെ. ബാക്കിയുള്ള ഗുളികകളെല്ലാം ഏതാണ്ട് ഇപ്പം നിർത്തിയിരിക്കുക. മെഡിക്കൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷമാണ് എല്ലാം മറ്റ് പ്രോബ്ലങ്ങളൊന്നും ഇല്ല ഇപ്പം. അതിനുശേഷം ഇപ്പം എന്താ പറയണത്, എൻ്റെ കാൽമുട്ടൊക്കെ മടങ്ങത്തേ ഇല്ലായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ മടങ്ങുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രത്യേക എനർജിയാണ്. മറ്റേത് ഞാൻ നടക്കുന്ന പോലും വിഷമിച്ച് പതിയെ നടക്കൂടായിരുന്നു. കാരണം കാലെടുത്ത് വെക്കാൻ തന്നെ വലിയ വെയിറ്റുള്ള പോലെ. ഇപ്പം ഞാൻ വന്നാൽ വെളി കയറിയിട്ടാണ് താഴെ ഇറങ്ങി വന്നത്. ആ സ്റ്റെപ്പ് വഴി ഒരു 3 സ്റ്റെപ്പ് കയറിയാൽ എനിക്ക് കലപ്പുണ്ടാകുമായിരുന്നു. കാരണം ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയായിരുന്നു. 2 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് 49 എന്നൊക്കെ ഇപ്പം എനിക്ക് 76 ഉണ്ട് ഹാർട്ട് ബീറ്റ്. ഇത്രയും അനുഭവങ്ങളുണ്ട് എനിക്ക്. അതുകൂടാതെ എൻ്റെ വൈഫിന് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് 12-13 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പുള്ളിക്കാരത്തി ഒറ്റ പാക്കറ്റ് കഴിച്ച് 2ാമത്തെ പാക്കറ്റ് പകുതി കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി കഴിക്കാൻ പറ്റിയില്ല. കാരണം സാമ്പത്തികമാണല്ലോ ഇതിൻ്റെയെല്ലാം മീന്, ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. അപ്പം അതവിടെ നിർത്തി. പക്ഷേ അതിന് ശേഷം ഇയർ ബാലൻസിൻ്റെ യാതൊരു പ്രോബ്ലങ്ങളും ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ മീറ്റിങ്ങിൽ എൻ്റെ വൈഫ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സകലമായ കാര്യത്തിൻ്റെ എൻ്റെ മകൾക്ക് പീരീഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ പാക്കറ്റ് കഴിച്ചതേ ഉള്ളൂ. ഇപ്പം 3 മാസമായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ലല്ലോ. മെഡിക്കൽ കോളേജിൽ 6-7 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന 28 വയസ്സേ ഉള്ളൂ. വിവാഹം കഴിച്ച് കുട്ടിയുള്ളതാണ്. പക്ഷെ എന്നും പ്രോബ്ലമാണ്. ഈ പീരീഡ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ഇപ്പോൾ യാതൊരു പ്രോബ്ലം അതിനുമില്ല. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാരോട്, പഴയ ആൾക്കാർക്ക് ഏകദേശം അറിയാം, പുതുതായിട്ട് വരുന്നവർ ചെയ്യുന്നതായിട്ട് ആദ്യം പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച അനുഭവം, സ്വന്തം അനുഭവം ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഉച്ചകോടിയിൽ വരെ എത്താൻ പറ്റും. കാരണം നമുക്ക് വരുമാനവും കിട്ടും. ഞാൻ വർഷങ്ങളായി ജോലി എടുത്തിട്ട് ഇന്ന് എൻ്റെ വരുമാനം ഇതാണ്. ഞാൻ എൻ്റെ വൈഫിനെയാണ് ആദ്യം ഇതിലേക്ക് ഞാൻ ഐഡിയ ഏൽപ്പിച്ചത്. വൈഫ്